ജാങ്കോ എന്ന് പറയുന്നത് പൈത്തൺ വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് ജാങ്കോ എന്ന് പറയുന്നത്. ജാങ്കോ മാത്രമല്ല, ഫ്ലാസ്ക് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് കൂടിയുണ്ട്. ഇത് രണ്ടും നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജാങ്കോയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജാങ്കോ എന്ന് പറഞ്ഞ ഈ വലിയ വലിയ പ്രൊജക്റ്റുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ഫ്രെയിം വർക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൊഡ്യൂൾസുകളാക്കി, നമുക്ക് ചെറിയ ചെറിയ ആപ്പുകളാക്കി, നമുക്ക് വലിയൊരു പ്രൊജക്റ്റിനെ വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ഫ്രെയിം വർക്ക്, ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും, നമുക്കതിന് എന്ത് ചെയ്താൽ മതി, ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് എടുത്തിരുന്നാൽ മതി. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ് അല്ലെങ്കിൽ ഡേറ്റാബേസ്, ഇങ്ങനെ പല പല കമ്പോണൻസ് കാണും ഒരു ഫുൾ സ്റ്റാക്കിലേക്ക് വരുമ്പോൾ. ഇതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് അതിനെ എന്താ പറ്റും, നമുക്ക് ആക്സസ് ചെയ്യാനും എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമാണ് ഈ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ട്. ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ORM എന്ന് പറയും, അതായത് ഒബ്ജക്റ്റ് റിലേഷണൽ മോഡലിംഗ് എന്ന് പറയും. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഊപ്സ് പഠിച്ചിട്ടില്ലേ? ഊപ്സിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകളും ഒബ്ജക്റ്റുകളും ഒക്കെ ആയിട്ടാണ് ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുക. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, നമുക്കൊരു ഡേറ്റാബേസിലേക്ക് അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, അതിനകത്തേക്ക് ഒരു ഡേറ്റ ആഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ക്വറീസ് എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ നോർമലി ഒരു ഡേറ്റേനെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇവിടെ പൈത്തണിലേക്ക് വരുമ്പോൾ, പൈത്തൺ ജാങ്കോ ഫ്രെയിം വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, അതിനകത്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡേറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓരോ ക്ലാസ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ടേബിളുകളായിട്ടായിരിക്കും ഡേറ്റാബേസിൽ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് ജാങ്കോ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക്. ആ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത് വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ORM, ഒബ്ജക്റ്റ് റിലേഷണൽ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്.